കണ്ണൂർ കക്കയങ്ങാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കുടുങ്ങിയ പുലിയെ ഉടൻ കൂട്ടിലേക്ക് മാറ്റും. 2 റൗണ്ട് മയക്കുവെടി വെച്ച ശേഷമാണ് പുലിയെ കൂട്ടിലേക്ക് മാറ്റുന്നത്. പന്നിക്കണിയിലാണ് അവിടെ പുലി കുടുങ്ങിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, 2 റൗണ്ട് മയക്കുവെടി വെച്ചു, പുലിയെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഇപ്പോൾ ഈ പുലിയെ കൂട്ടിലേക്ക് മാറ്റുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറിയാണ് ഈ പുലി കെണിയിൽ കുടുങ്ങിയത്. അവിടെ ഈ മയക്കുവെടി വെക്കുന്ന പ്രത്യേക സംഘം എത്തി. അതിനുശേഷം അവർ പ്രാഥമിക പരിശോധന നടത്തി കൃത്യമായി മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് വിലയിരുത്തി. അതിനുശേഷം 2 റൗണ്ട് മയക്കുവെടി വെച്ചു എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഈ പുലി മയങ്ങുന്നതിന് വേണ്ടി കാത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇവിടെ എത്തിച്ചിട്ടുള്ള കൂട്ടിലേക്ക് ഈ പുലിയെ, ഇരുമ്പ് കൂട്ടിലേക്ക് ഈ പുലിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. വയനാട്ടിൽ നിന്ന് എത്തിയ വെറ്റിനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള 4 സംഘമാണ് ഈ മയക്കുവെടി വെച്ചത്. അവരുടെ ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഈ പുലി പൂർണ്ണമായും മയങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം, അതായത് കൂട് ഘടിപ്പിച്ചിട്ടുള്ള വാഹനം അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പുലിയെ ഇപ്പോൾ ഈ കൂട്ടിലേക്ക് മാറ്റുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കാണാം. നിലവിൽ ഈ മയക്കുവെടി സംഘത്തിനൊപ്പവും വനംവകുപ്പ് RRT ടീം ഉൾപ്പെടെ അതിനുവേണ്ടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി RRT ടീമും ഉണ്ട്. ഇതൊരു ജനവാസ മേഖലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തോതിൽ ഈ പുലി കുടുങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞ് ജനങ്ങളും നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ സംവിധാനവുമുണ്ട്. വടവുമൊക്കെ കെട്ടി 50 മീറ്റർ ഇപ്പുറമാണ് നാട്ടുകാരെ ഉൾപ്പെടെ നിർത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ പുലിയെ ഇത്തരത്തിൽ കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഒരു വീട്ടുപറമ്പാണ്. കാക്കയങ്ങാട് ടൗണിനോട് തൊട്ട് സമീപമുള്ള ഒരു ജനവാസ മേഖല കൂടിയാണ്. നേരത്തെ ഈ നാട്ടുകാരുടെ ആശങ്കയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ സ്ഥിരമായി ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയൊക്കെ അവർ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നേരത്തെ ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ പറഞ്ഞിരുന്നു, ഇതിനു മുമ്പും ഈ പുലിയെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും വലിയ ആശങ്കകൾക്കൊടുവിൽ ഇപ്പോൾ പുലിയെ പിടികൂടിയിട്ടുണ്ട്. 2 റൗണ്ട് മയക്കുവെടി വെച്ച് ഇപ്പോൾ പുലിയെ പിടികൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ സുരക്ഷിതമായി കൂട്ടിലേക്ക് മാറ്റിയതിനു ശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോകും. എവിടെയാണ് ഇതിനെ തുറന്നു വിടുക എന്ന കാര്യത്തിൽ നിലവിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവിടെ DF ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ ക്യാമ്പ്. ശരി അരുൺ, എന്തായാലും 2 റൗണ്ട് മയക്കുവെടി വെച്ചു, പുലി മയങ്ങിയിട്ടുണ്ട്, കൂട്ടിലേക്ക് മാറ്റുകയാണ്. എവിടെയാണ് തുറന്നു വിടുക എന്ന് തീരുമാനിച്ചിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.